ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൗജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ തുഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി L മുരുകൻ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷയ്ക്കായി സൗജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പരിശീലന ക്ലാസുകൾക്കായി ഇടത്തരക്കാരായ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ കഴിയും. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. विभिन्न परीक्षाओं की फ्री ऑनलाइन कोचिंग हमने करने का निर्णय किया है. डिजिटल पब्लिक इंफ्रास्ट्रक्चर है, हमारे पास उत्तम टैलेंट है, टीचर्स है. उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് തൂഫാന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് പ്രൗഢോജ്വല തുടക്കം. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരിയാക്കി അത്തച്ചമയത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തച്ചമയം എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നൽകിയതെന്നും ഇത് കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ, നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ, ചെമ്പിൽ അരയൻ കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു. ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്കപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. തൃപ്പൂണിത്തുറയെ നമുക്ക് പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. മാവേലി വേഷക്കാരുടെയും പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം, കാവടിയാട്ടം തുടങ്ങിയ തനത് നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തെ ആഘോഷത്തിലാഴ്ത്തി. ചരിത്രവും വർത്തമാനവും മതസൗഹാർദ്ദവും പ്രതിഫലിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. അത്തം നഗരിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററാണ് ഘോഷയാത്ര. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മാലിന്യ സംസ്കരണം, തെരുവനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി KM ഷാജി.
കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. UGC നെറ്റ്, CSIR നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, PhD പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഉത്തരസൂചികകൾ പരാതിയുള്ളവർ ഈ മാസം 18 വരെ UGC നെറ്റ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർല, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ പ്രചരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ MR ബൈജു MLA റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ റാലിയുടെ ഭാഗമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സാധാരണക്കാരുടെ ഓണാഘോഷത്തിനോടുള്ള കരുതലാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിപണിയിൽ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി 2026 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹകരണ മേഖലയുടെ വിപണി ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്തെ ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്താൻ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി 52 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും. ഡാർവിനിൽ നടന്ന 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 9 വിക്കറ്റിന്റെ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയയിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 4ാം ദിവസം 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായി. വിജയലക്ഷ്യമായ 57 റൺസ്, 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ബംഗ്ലാദേശ് മറികടന്നു. ഗാലയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 288 റൺസ് എന്ന നിലയിലാണ്. എസ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം മാഗ്നസ് കാൾസന്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെന്നിസ് ലെസാവിക്കിനെ 2-0 എന്ന സ്കോറിനാണ് കാൾസൺ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായി 2ാം തവണയാണ് കാൾസൺ എസ്പോർട്സ് കിരീടം സ്വന്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ സംഭവസ്ഥലത്തുള്ളത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21-ന് അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഈ മാസം 24-ന് വീണ്ടും തുറക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവു മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി MLA-മാർ പരിശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൗജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി KM ഷാജി.
സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.